ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ദ സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിന് നിങ്ങൾ മാരകമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് തന്നെ. ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. ഈ സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടർ എന്ന് പറഞ്ഞ ആനിമി ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമിയാണ്. വീക്കിലി ഓരോ എപ്പിസോഡ് വെച്ചാണ് റിലീസാക്കുന്നത്. നമ്മുടെ വിൻ ബ്രേക്കറൊക്കെ റിലീസാക്കുന്നത് പോലെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. മൂന്നാമത്തെ വർഷം 1950. അവിടെ ഒരുപാടധികം ആളുകൾ നടന്നു പോകുന്നുണ്ട്. ചേച്ചി, ഇന്ന് നിങ്ങളെ കാണാൻ ഒരുപാടധികം ബ്യൂട്ടിഫുൾ ആണല്ലോ. നിങ്ങൾക്ക് ഇന്ന് എന്തോ സ്പെഷ്യൽ ഡേ വല്ലോ? അങ്ങനെയൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ അങ്ങ് പോയതാ. ഓക്കെ ചേച്ചി, നടക്കട്ടെ. നാട്ടുകാരോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടാ വെളിയിൽ നിന്ന് തൂട്ട് വന്നിരുന്ന ആളാണെങ്കിൽ കടയ്ക്കകത്തിലേക്ക് കയറിയിട്ട് ഓർഡറിന്റെ അടുത്തേക്ക് പോകും. സോറി സാർ, ഞാൻ വരാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. ഇതാണോ സാറ് പറഞ്ഞ? ഞാൻ ഇവിടുന്ന് പോകുക. ജിൻജി, നീ ഇവൻ എല്ലാ കാര്യവും നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ ഇരുന്ന കടയുടെ ഓണർ അവിടെ നിന്ന് പോവുകയാണ്. എൻ്റെ പേരാണ് സെഞ്ചി, ഞാനാണ് ഈ കടയുടെ മേൽനോട്ടങ്ങളൊക്കെ നടത്തുന്നത്. എൻ്റെ പേര് ജിൻജ. ശരി, ഞാൻ വിഷയത്തിലേക്ക് വരാം. മാസ്റ്റർ നിങ്ങൾക്ക് എവിടെ വരെ പറഞ്ഞു തന്നു? പറഞ്ഞു. അയാളുടെ മകളെ രാത്രിയിലാണെങ്കിൽ ഒരു ഡീമൻ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മാസ്റ്റർ അത്രേ നിങ്ങളോട് പറഞ്ഞുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാസ്റ്ററിന് ഒരു മകളുണ്ട്, 13 വയസ്സാണുള്ളത്. നാട്സു എന്നാണ് പേര്. അവളെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അവളെയാണ് ആ ഡീമൻ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി വന്നിട്ട് കാലങ്ങളിൽ നട്സ് കിടക്കുന്ന റൂമിന്റെ മുൻവശത്തായിട്ടാണ് ഈ ഡീമൻ വരുന്നത്. എന്നിട്ടാണ് ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നട്സുവിനോട് ഈ ഡീമൻ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ മകളെ തിരിച്ചതാ, എൻ്റെ മകളെ തിരിച്ചതാ, എൻ്റെ മകളെ തിരിച്ചതാന്ന് ആ ഡീമൻ റിപ്പീറ്ററായിട്ട് പറഞ്ഞിട്ടാണ് നട്സുവിൻ്റെ അടുത്ത് വരുന്നത്. ഡീമൻ എപ്പോഴും വന്നിങ്ങനെ ശല്യപ്പെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്സുവിന് ഒരുപാടധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ സെഞ്ചി ജിൻഡനോട് പറയുകയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ നാട്സു അങ്ങോട്ട് വരുന്നത്. അവൾ പറയുന്നത്, സെഞ്ചി, ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുക, നിനക്കെന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങളാണോ അച്ഛൻ പറഞ്ഞ എൻ്റെ പുതിയ ബോഡി ഗാർഡ്? നമ്മുടെ ജിൻഡനോട് അവൾ ചോദിക്കുന്നതാണ്. ജിൻഡ, എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് നിന്റെ മേൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നീ ഒരു ഫ്രോഡ് ആണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഒരു ഡീമൻ സ്ലെയർ ആണെന്ന് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത്. സമയം കളയാതെ വെറുതെ ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി. ലേഡി, അങ്ങനെയല്ല, ജിൻഡ ശരിക്കുള്ള ഡീമൻ സ്ലെയർ ആണ്. അത്തരങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നമ്മുടെ നാട്സു അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ സെഞ്ചി ആണെങ്കിൽ ജിൻഡനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളൊരു കൊച്ചുകുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒന്നും വിചാരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നാട്സുവിനെയാണ്. നാട്സു ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ സെഞ്ചി അങ്ങോട്ട് വരുന്നത്. സമയത്ത് നീ എന്താണ് ഇവിടെ ചെയ്തതെന്ന് നമ്മുടെ നാട്സു ചോദിച്ചപ്പോൾ, ഡീമൻസ് വന്നാൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് അവൻ. സേഫായിട്ട് കിടന്നുറങ്ങിക്കോ, ഞാൻ ഇവിടെ ഉണ്ട്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനെന്ന് അവൻ പറയുന്നു. നമ്മുടെ നാട്സുവിന്റെ ബയോളജിക്കൽ ഫാദർ അല്ല കടയിൽ. നമ്മുടെ നാട്സു വിചാരിക്കുന്നത് താൻ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സെഞ്ചി പറയുകയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്, നീ പറയുന്നത് പോലെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെയൊക്കെ ഡീമനിലൊക്കെ വിശ്വാസമാണ്, നിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ കെയർ എടുക്കുന്നുണ്ടെന്ന് പറയും. സമയത്തായിരുന്നു നമ്മുടെ നാട്സുവിന് ആ ഡീമന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ സെഞ്ചിനോട് ആ ഡീമൻ വന്നത് നമ്മുടെ നാട്സു പറയുകയാണ്. വെളിയിലേക്ക് നോക്കുന്നത് നമ്മുടെ സെഞ്ചി കാണുന്നത് ഒരു വലിയൊരു ഡീമൻ അങ്ങോട്ട് വരുന്നതാണ്. എൻ്റെ മോളെ തിരിച്ചു താ, എൻ്റെ മോളെ തിരിച്ചു താ, എൻ്റെ മോളെ തിരിച്ചു താ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡീമനാണെങ്കിൽ നമ്മുടെ നാട്സുവിനെ ആ മുറിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ സെഞ്ചി നല്ല രീതിയിൽ തന്നെ പേടിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സമയം തന്നെ, ഹേ നാട്സു, നിങ്ങൾ പേടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ. ഇതേ സമയം തന്നെ നമ്മുടെ സെഞ്ചിനെ കൊല്ലാൻ വേണ്ടി അവൻ്റെ കൈ കൊണ്ട് ആ ഡീമൻ വരികയാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു ഒരാൾ വന്നിട്ട് അത് വെട്ടുന്നത്. നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല, നമ്മുടെ ജിൻഡ ആയിരുന്നു ആ ഡീമിന്റെ കൈ വന്ന് വെട്ടുന്നത്. മോളെ തിരിച്ചതാ, എൻ്റെ മോളെ തിരിച്ചതാ ആ ഡീമൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ജിൻഡ ആണെങ്കിൽ വീണ്ടും ആ ഡീമനെ അങ്ങ് വെട്ടുകയാണ്. ഇത് കാണാൻ നേരത്ത് നമ്മുടെ സെഞ്ചിക്ക് മനസ്സിലാക്കുകയാണ് ഇവൻ ശരിക്കുള്ള ഡീമൻ സ്ലെയർ സമയത്ത് തന്നെ ആ ഡീമൻ ആണെങ്കിൽ അവിടെ നിന്ന് മറിഞ്ഞു പോകുകയാണ്. നമ്മുടെ നാട്സുവിന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ജിൻഡ ആണെങ്കിൽ ശരിക്കും ഒരു ഡീമൻ സ്ലെയർ ആണെന്നുള്ള ഒരു കാര്യം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ശരിക്കുള്ള ഒരു ഡീമൻ സ്ലെയർ ആണ്. ഇതേ സമയം തന്നെ നമ്മുടെ നാട്സു ചോദിക്കുകയാണ്, ആ ഡീമൻ മരിച്ചോ, അത് ഇപ്പോഴും ജീവനോടുണ്ടോ? ഡീമൻസ് വൈറ്റ് മിസ്റ്റ് ആകുന്ന സമയത്താണ് മരിക്കുന്നത്. അതിപ്പോഴും ജീവനുണ്ട്, കാരണം അത് ബ്ലാക്ക് മിസ്റ്റ് ആയി, അത് തിരിച്ചു വരും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കാണിക്കുകയാണ്, താങ്ക് യു, ഇന്നലെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നല്ലോ, എല്ലാം തകർന്നു പോയതിന്, എല്ലാം കുളമായി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും നട്സുവും ചത്തേനെ. താങ്ക് യു. ശരി, നട്സുവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എന്നോട്. ഡീമൻ പറയത്തില്ല എൻ്റെ മകളെ തിരിച്ചതാന്ന്. അത് കേൾക്കാൻ നേരത്തെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ നമ്മുടെ ജിൻഡയ്ക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവനോട് ചോദിക്കുന്നത്. സെഞ്ചി ആണെങ്കിൽ നട്സുവിനെ കുറിച്ച് പറയുന്നത് ശരിക്കുള്ള പേരൻസ് എൻ്റെ ബോസിന്റെ ഫാമിലിയുടെ വേറൊരു ഫാമിലി, എന്നാൽ അവർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അന്നേരം ബോസ് ആണെങ്കിൽ നട്സുവിനെ ദത്തെടുക്കുക. ഒരിക്കലും തോന്നുന്നില്ല നട്സു ഒരു ഡീമൻ ചൈൽഡ് ആണെന്നുള്ള ഒരു കാര്യം. ബോസിന്റെ വൈഫിനെ ഡീമൻ ആണ് കൊന്നത്. അതുപോലെ തന്നെ ബോസിന്റെ മകനാണെങ്കിൽ എവിടോട്ടോ ഓടിപ്പോയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ബോസിനാണെങ്കിൽ ഡീമൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഡീമൻസ് എന്ന് കേൾക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോറി കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ വീഡിയോ ആദ്യം തൊട്ട് ഒന്നുകൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കമന്റ് ചെയ്ത് പറ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് വൈകുന്നേരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നട്സും അതുപോലെ തന്നെ നട്സുവിൻ്റെ അച്ഛനും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ നട്സുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പുതുതായിട്ട് വന്ന ബോഡി ഗാർഡ് എങ്ങനെയുണ്ട്, അവൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്ന്. കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു അവനൊരു ഫ്രോഡാണെന്ന്. പിന്നാണ് എനിക്ക് മനസ്സിലായത് അവൻ ശരിക്കുള്ള ഡീമൺ സ്ലെയർ തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ജിൻഡനെ തന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം? സോ ഇത് കേട്ട അങ്ങേര് പറയുകയാണ്, ഞാൻ ഈ ഇടയ്ക്ക് ഒരുപാടധികം റൂമേഴ്സ് കേട്ടിട്ടുണ്ട്, ഡീമൺസ് പുതിയതായിട്ട് വരുന്നുണ്ട്. സോ ആ റൂമറിൻ്റെ കൂടെ വേറെ റൂമർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരാളാണെങ്കിൽ ഡീമൺസിനെയൊക്കെ ഒറ്റ അടിക്ക് തന്നെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു റൂമർ. സോ ആ റൂമർ കേട്ടിട്ടാണ് ഞാൻ അവനെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും കൊടുത്തിട്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവനെ തന്നെ. അച്ഛൻ ഒരുപാടധികം സന്തോഷം വരികയാണ്, കാരണം താൻ പറഞ്ഞ കാര്യം തൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് എടുത്തല്ലോ എന്നുള്ള രീതി അച്ഛന് മനസ്സിലാക്കുകയാണ്. തൻ്റെ അച്ഛന് തന്നോട് സ്നേഹമുണ്ട്. നാട്സുവിനെ ഇയാൾ അഡോപ്റ്റ് ചെയ്തതോടെ തന്നെ നമ്മുടെ നാട്സുവിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നാട്സുവിനെ കുറിച്ച് ഓരോ ഗോസിപ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്സു വളരെയധികം വിഷമിച്ച് ആ മുറിക്കകത്തിലിരിക്കുകയാണ്. നമ്മുടെ സെഞ്ചിയും അതുപോലെ തന്നെ ജിൻഡയും വെളിയിലിരിക്കുന്നു. നമ്മുടെ നാട്സുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വെളിയിലിരിക്കുന്നത്. തന്നെ നമ്മുടെ നാട്സു വന്നിട്ട് നമ്മുടെ ജിൻഡേനോട് പേരെന്തുവാണെന്ന് ചോദിക്കുകയാണ്. കാരണം നേരത്തെ പേര് പറയാൻ പോയ സമയത്ത് നമ്മുടെ ജിൻഡയോട് അവർ സമ്മതിച്ചില്ലല്ലോ. സോ അങ്ങനെ പേര് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജിൻഡ അവൻ്റെ പേരൊക്കെ പറയുകയാണ്. നമ്മുടെ ജിൻഡയുടെ മേലിൽ ഇപ്പോൾ അവൾക്കൊരു വിശ്വാസമുണ്ട്. കാരണം ജിൻഡ അവളെ ഒരു തവണ രക്ഷിച്ചു. അതുമാത്രമല്ല അവളുടെ അച്ഛൻ പറയുന്ന കാര്യമൊക്കെ കേട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഡയാണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല ജിൻഡ എന്തൊക്കെ സംഭവിച്ചാൽ അവളെ പ്രൊട്ടക്ട് ചെയ്യും. അച്ഛൻ്റെ പേര് ജുവോ എന്നാണ്. സോ ഇവൾ ജുവോലിൻ്റെ മകൻ കാണാതെ പോയ കാര്യം ഇവളോട് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയുന്നത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലെന്നാണ് ഇവൾ പറയുന്നത്. കേൾക്കുന്ന ഉടനെ തന്നെ നമ്മുടെ നാട്സുവിനാണെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻഡയാണെങ്കിൽ ഈ കാര്യം ഇനി ഇവളോട് ചോദിക്കേണ്ട അത് തീരുമാനിക്കുകയാണ്. നമ്മുടെ ജിൻഡയോട് ചോദിക്കുകയാണ്, ഒരു ഹ്യൂമനും അതുപോലെ തന്നെ ഒരു ഡീമനും ഒരു കൊച്ചുണ്ടാവുമെന്ന് പറയുന്നത് സത്യം? ജിൻഡ എസ് എന്ന് പറയുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ നാട്സു ചിന്തിക്കുകയാണ്, ഞാൻ ഇനി അഥവാ ഇനിയും ആ ഡീമന്റെ മോളാണല്ലോ ആ ഡീമൻ അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇത് കേട്ട് നമ്മുടെ ജിൻഡ പറയുകയാണ്, അല്ല നീ ആ ഡീമനുമായിട്ട് റിലേറ്റഡ് അല്ല. അവൾ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് അത്രയ്ക്ക് ഉറപ്പ്? ഡീമൻസിനെ കുറിച്ച് കുറച്ച് ഹിസ്റ്ററീസ് ഒക്കെ ഒരുപാട് തരത്തിൽ ഡീമൻസ് ബോൺ ആവും. ഒന്ന് ഡീമനും തമ്മിൽ, ഒന്ന് ഡീമനും ഹ്യൂമനും തമ്മിൽ. അത് റെയർ ആയിട്ടാണ് ഡീമൻസ് ഉണ്ടാക്കുന്നത്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനിലാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് സംഭവം ഉള്ളിടത്താണ് ഡീമൻസ് പ്രത്യേകമായിട്ട് ഉണ്ടാകുന്നത്. അല്ലാതെ ആളുകളുടെ ഇടയിൽ ഒരുപാടധികം നെഗറ്റീവ് തോട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഈ പ്രസൻസ് എല്ലാം കൂടെ ചേർന്നിട്ടും ഒരു ഡീമൻ ഉണ്ടാകാം. സോ അങ്ങനെയാണ് ആ ഡീമൻ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മുടെ ജിൻഡ നട്സുവിനോട് പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നട്സുവിന് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നു. നോക്കുന്ന സമയത്ത് വീണ്ടും ആ ഡീമൻ അങ്ങോട്ട് വരികയാണ്. അവിടെ കിടന്ന് അലറുകയാണ്. ഡയറക്റ്റായിട്ട് ഇറങ്ങിപ്പോയിട്ട് ആ ഡീമനോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. ഡീമനാണെങ്കിൽ ജിൻഡ പറയുന്ന കാര്യത്തിലൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻഡയാണെങ്കിൽ അവന്റെ അറ്റാക്ക് എല്ലാം ഡോട്ട് ചെയ്തിട്ട് ആ ഡീമനെ വലിച്ച് തറയില്ല. ഡീമനെ പെട്ടെന്ന് തന്നെ കൊല്ലാൻ വേണ്ടി അങ്ങേര് പറയുകയാണ്. ഇപ്പൊ അത് ചെയ്താൽ ഈ ഡീമൻ വീണ്ടും തിരിച്ചു വരും. നമ്മുടെ ജിൻഡ പറയുകയാണ്, നിന്റെ ഇമോഷൻ കാരണമാണ് ഈ ഡീമൻ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ അവളെ തന്റെ അച്ഛൻ നല്ല രീതിയിൽ തന്നെ നോക്കണമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അവൾക്ക്. സോ അതുകൊണ്ട് തന്നെ അത് നടക്കാൻ വേണ്ടി ഈ ഡീമൻ ഇവിടെ വന്നിരിക്കുന്നു. സോ അങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നിരിക്കുന്നത്. പോകണമെങ്കിൽ നിന്റെ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. നാട്സുവിന് അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നീ നിന്റെ ഫീലിംഗ്സ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് നീ എന്നോട് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി പറ. നാട്സു ആകെ കൂടെ ആലോചിച്ചത് നമ്മുടെ ജൂ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കണമെന്ന് മാത്രം. ഫീലിംഗ്സ് കാരണമാണ് ആ ഡീമൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നിന്റെ ഫീലിംഗ്സ് കാരണമായിരിക്കും അത് ഉണ്ടായിട്ടുള്ളത്. നിനക്ക് അറിയാമല്ലോ നിന്റെ അച്ഛൻ എന്തോരം സ്നേഹം ഉണ്ടെന്ന്. കേട്ടു തന്നെ അവൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ആകി നമ്മുടെ ജിൻഡയോട് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി പറയുകയാണ്. സോ ഇത് കേട്ടു തന്നെ നമ്മുടെ ജിൻഡയാണെങ്കിൽ അവന്റെ വാളൂരി എടുത്തിട്ട് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി റെഡി ആവുകയാണ്. വാളൂരിട്ട് ഓടിപ്പോയിട്ട് ആ ഡീമനെ അങ്ങ് വെട്ടി മുറിക്കുകയാണ്. ആ ഡീമന്റെ ബോഡി ഒരു വൈറ്റ് മിസ്റ്റ് ആയിട്ട് അവിടെ നിന്നും മറഞ്ഞു പോവുകയാണ്. ഒരിക്കലും ഈ ഡീമൻ തിരിച്ചു വരത്തില്ലെന്ന് നമ്മുടെ ജിൻഡ അവളോട് പറയുന്നു. സോ അങ്ങനെ നമ്മുടെ നാട്സു ആണെങ്കിൽ തിരിച്ച് ബെഡിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഡീമന്റെ ബോഡി വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുന്നു. നാട്സുവിന്റെ ഫീലിംഗ് കൺട്രോൾ ചെയ്ത് അവൾ എന്നോട് ഡീമനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അവളുടെ ഇമോഷൻ കാരണമാണ് ഈ ഡീമൻ ഉണ്ടായത്. സോ അന്നേരം തന്നെ ഈ ഡീമൻ മരിക്കേണ്ടി തോന്നുന്നു. ഈ ഡീമൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള കാരണം വേറൊരാളുടെ ഇമോഷൻ കൂടുകയാണെന്ന്. സോ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ, ജുവോന്റെ മരിച്ച ഭാര്യ. ഇമോഷൻ എല്ലാം പോയത് കൊണ്ട് തന്നെ ആ ഡീമൻ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഡീമൻ തന്റെ മകളെ വിളിക്കുകയാണ് ഷൂസു. അതാണ് നമുക്കൊരു കാര്യം റിവേൽ ആകുന്നത്. നമ്മുടെ ജുവോന്റെ ഒരു മകൻ ഒളിച്ചോടി
പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ അത് വേറെ ആരുമല്ല, നമ്മുടെ ജിൻഡയും അതുപോലെ സൂസും. ജിൻഡയ്ക്കാണെങ്കിൽ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള മെമ്മറീസ് ഒന്നും ഇല്ലായിരുന്നു. അമ്മയുടെ ഇമോഷൻ കാരണമാണ് ഈ സംഭവം ഉണ്ടായെന്ന് അറിയാൻ നേരത്ത് നമ്മുടെ ജിൻഡയ്ക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. തന്നെ തൻ്റെ അമ്മയുടെയൊക്കെ വിഷമങ്ങൾ മാറ്റി വെച്ചിട്ട് ഫൈനലി തൻ്റെ അമ്മയ്ക്ക് സമാധാനത്തോടെ അവന് ശാന്തി കിട്ടാൻ വേണ്ടി നമ്മുടെ ജിൻഡയാണെങ്കിൽ ആ ഡീമിനെ അവസാനമായിട്ട് വെട്ടുകയാണ്. സോ അങ്ങനെ വൈറ്റ് മിസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. രാവിലെ നമ്മുടെ ജിൻഡയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇത് കേട്ട നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓടി വെളിയിലേക്ക് വരികയാണ്. എന്നെ രക്ഷിച്ചതിന് വളരെയധികം നന്ദി ഉണ്ടെന്ന് പറയുക. നമ്മുടെ ജിൻഡ പറയുകയാണ്, നീ താങ്ക്സ് ഒന്നും പറയണ്ട, കാരണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് പൈസയ്ക്ക് വേണ്ടി മാത്രം. കുറച്ച് നാൾ കഴിയുമ്പോൾ മെച്യൂരിറ്റി വരും, അന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാകും. എൻ്റെ കൊച്ചിലെ വേദന, വിഷമം, അങ്ങനെയുള്ള ബാഡായിട്ടുള്ള എല്ലാ ഇമോഷനും ഞങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്ന സമയത്ത് നീ അതിനെ എല്ലാത്തിനെയും തരണം ചെയ്യണം. ജിൻഡ അവിടെ നിന്ന് പോവുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ജുവോ വെളിയിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ജിൻഡയോട് ഒരു താങ്ക്സ് പോലും പറയാൻ വെളിയിലേക്ക് വരാനൊന്നും ആവശ്യമില്ല, കാരണം എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു അവൻ്റെ ഡ്യൂട്ടി അവൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. എന്നാലും നിങ്ങൾ ഡീമൻ്റെ ആ കഥയൊന്ന് വിശ്വസിച്ചല്ലോ. സോ ഇത് കേട്ട ജുവോ പറയുകയാണ്, ഒരു പേരന്റ് തൻ്റെ ചൈൽഡിനെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി? സോ ഇത് കേട്ട ജുവോ ഒന്നുമില്ലെന്ന് പറയുകയാണ്. ജിൻഡ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കേട്ടുതന്നെ നമ്മുടെ ജുവോയിന് ഒരുപാടധികം സന്തോഷം വരികയാണ്, കാരണം ജിൻഡയ്ക്ക് ഇപ്പോഴും തന്നോട് കുറച്ച് സ്നേഹമുണ്ടെന്നുള്ള ഒരു കാര്യം ജുവോന് മനസ്സിലാക്കുകയാണ്. എൻ്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ കുട്ടിയുടെ അവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കുക. സോ അവിടെ വെച്ച് ദ സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ അതുപോലെ തന്നെ എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. സോ അതിനകത്ത് ഈ മൂവി എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനകത്ത് കുറേ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.